ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ മുതൽ ഏപ്രിൽ 2 തീയതി വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ബജറ്റ് സമ്മേളനം നടക്കുക. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് ബജറ്റ് അവതരണം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഡീറ്റെയിൽസ്. SKN പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെയാണ് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റിന്റെ കമ്മിറ്റി റൂമിൽ വിളിച്ച ഈ യോഗത്തിൽ എല്ലാ പാർട്ടികളുടെയും സഭാകക്ഷി നേതാക്കളെയാണ് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളും ചർച്ചയ്ക്ക് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിപക്ഷം നിരവധി വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട സഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് എടുക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത് സമയമനുസരിച്ച് പരിഗണിക്കാം എന്ന ഒരു നിലപാടാണ് സർക്കാരിന് ഉള്ളത്. എന്തായാലും സഭ സ്തംഭിപ്പിക്കാതെ ബജറ്റ് സമ്മേളനം സുഗമമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന ആവശ്യമാണ് സർക്കാർ ഈ ഒരു യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുക. ജനുവരി 28 മുതൽ ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളായാണ് ഇത്തവണത്തെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നത്. ആദ്യഘട്ടം നാളെ ആരംഭിച്ച് ഫെബ്രുവരി 13 വരെയായിരിക്കും നടക്കുക. 30 സിറ്റിംഗുകളായിരിക്കും ഇത്തവണ ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.